എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2185 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരളം. ഡോക്ടർ RK ന്യൂ ലൈഫ് അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയുടെ സ്ഥാപകൻ. ഡോക്ടർ സൂര്യ രാജീവ് BHMS. ഹിഡൻ പ്രോട്ടോകോളിന്റെ 5-6 വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറിനെയും ഡോക്ടർ സൂര്യ രാജീവിനെയും സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാർ ഓഡിയോളല്ലേ? ഓക്കെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറെ എല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സെഷൻ കൂടി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് തെറപ്യൂട്ടിക്കില് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th and 6th ലെവൽ ഓഫ് ഹിഡൻ പ്രോട്ടോകോൾ ആണ്. ആ ഹിഡൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള രോഗങ്ങൾ ഏതെല്ലാം, എങ്ങനെയെല്ലാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനം. അപ്പൊ നമ്മൾ ഏത് ഒരു രോഗത്തിന് ഇപ്പൊ ഹിഡൻ പ്രോട്ടോകോളിലെ 5th 6th ലെവൽ എന്ന് പറഞ്ഞാൽ, ഈ 5th ലെവൽ എന്ന് പറയുന്ന കേസ് ഏതെന്നറിയോ? നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ് ഏത്? ആംബുലൻസിൽ ഇഷ്ടം പോലെ രോഗികളെ കൊണ്ട് ആസ്പത്രിയിൽ പോകും. ആ ആസ്പത്രിയിൽ പോകുന്ന കേസുകളൊക്കെ മിക്കവാറും 5th ലെവലാണ്. 5th ലെവൽ വെച്ചാൽ 5th ലെവൽ ഓഫ് ഹോമിയോപ്പതി, 4th ലെവൽ ഓഫ് അലോപ്പതി. കാരണം നമ്മൾ മാത്രമാണ് ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സിമിലിമം ഉപയോഗിക്കാൻ പറ്റുന്നവര്. അവർക്ക് അത് കഴിഞ്ഞാൽ പാലിയേഷനിലേക്കാണ് പോവുക. അപ്പോൾ ഈ 5th ലെവല് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹോമിയോപ്പതിയുടെ ലിമിറ്റേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞു. എവിടം വരെ ഹോമിയോപ്പതിക് മെഡിസിൻ ഏതെല്ലാം തലത്തിൽ ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും, കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എവിടെയൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കിയിരിക്കും. ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ ഏറ്റവും പ്രധാനം ജനറൽ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം, പെട്ടെന്ന് ഇപ്പൊ ആംബുലൻസിൽ കൊണ്ടുവരുന്ന രോഗി നമ്മുടെ മുമ്പിൽ വന്നാൽ പെട്ടുപോകില്ലേ? കാരണം എന്താ? നമ്മളതിൽ അതിനുള്ള ടെക്നോളജിക്കൽ എക്സ്പെർട്ടോ അല്ലെങ്കിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ആൾക്കാരോ മാനേജ് ചെയ്യാൻ. കാരണം മെഡിസിൻ മാത്രം മതിയാവുന്ന ഒരു സാഹചര്യം ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ COPD കേസ് എന്ന് പറയുമ്പോൾ COPD കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന സിംറ്റം ഏതാണ്? ഇപ്പൊ സിവിയർ ഡിസ്നിയ, ദെൻ ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ, സയനോസിസ്, ഹൈപ്പോക്സീമിയ, ദെൻ ഇന്നബിലിറ്റി ടു സ്പീക്ക്. ഈ 6 സിംറ്റം നമ്മൾ കണ്ടാൽ ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. അപ്പൊ ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ COPD കേസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ട്, അതായത് 3rd ലെവല് 4th ലെവൽ ആവുമ്പോൾ, അതായത് നമ്മളുടെ 3rd ലെവൽ എപ്പോഴും റിവേഴ്സിബിൾ ആണ്. ഏത് രോഗം വന്നാലും റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കത് റിവേഴ്സായിട്ട് പഴയ പോലെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പൊ 3rd ലെവൽ വരെ റിവേഴ്സിബിൾ ആണ്. 4th ലെവലില് റിവേഴ്സിബിൾ എന്ന് പറയാൻ സാധിക്കില്ല. Therefore, നമ്മുടെ മെയിൻ ഡ്യൂട്ടി ഈസ് in order to understand that whether it is a reversible or not. If it is not reversible, നമ്മൾ അവിടെ പാലിയേഷന്റെ ഒക്കെ ആവശ്യങ്ങൾ വരാവുന്ന സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് വേണ്ട കാര്യങ്ങൾ, അപ്പൊ അവിടെ വരുമ്പോൾ എന്തൊക്കെ വരും? ഓക്സിജൻ കൊടുക്കണം, മറ്റു കാര്യങ്ങൾ. അപ്പൊ നമുക്ക് സാധാരണ കിട്ടുന്ന രോഗികൾ ഏത് തരത്തിലായിരിക്കും? ഒന്നുകിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ കൊണ്ട് കിടക്കുന്ന സമയത്ത് പരിചയമുള്ള ഡോക്ടർമാരോട് പറയും, ഡോക്ടറെ എന്റെ ഇന്നാള് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഇന്ന പോലെയാണ് കൊണ്ടുവയ്ക്കണേ, ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് അവർ പോയി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു വിടുന്ന സമയത്ത് ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന അനവധി കേസുകളാണ് ഇപ്പൊ നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമുക്ക് ശരിക്ക് ഒരു 5th ലെവലോ 6th ലെവലോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ
പരിമിതികൾ വരും. പരിമിതികൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പരിമിതികൾ എങ്ങനെയാണ്? ഒന്നാമത്തെ പരിമിതി, നമ്മളെക്കുറിച്ച് പൊതുജനം അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവർക്കും മനസ്സിലാവുന്ന ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഹോമിയോപ്പതി അല്ല അലോപ്പതി വേണം എന്ന് അനുശാസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റും. അപ്പൊ നമ്മുടെ മെഡിസിനോ, വളരെയധികം മെഡിസിൻസ് ആണ് ഹോമിയോപ്പതിയിലുള്ളത്. ഈ ഹോമിയോപ്പതി മെഡിസിൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് നമുക്ക് കിട്ടില്ല. കാരണം നമുക്ക് പബ്ലിക്കിന്റെ എല്ലാവരുടെയും ഒരു ഇത് മസ്റ്റാണ്. അപ്പൊ നമ്മളെല്ലാവരും കൈയൊഴിയും. മിക്കവാറും നമ്മൾ കൂടുതൽ സീരിയസ് വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കും. ആ തരത്തിലുള്ള കേസുകളാണ് 5th ലെവൽ കേസസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ 5th ലെവൽ കേസുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ക്രോണിക് ഡിസീസ് മാനേജ് ചെയ്യുന്ന പോലെയല്ല, ഒരു എമർജൻസി സിറ്റുവേഷനും കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കേസുകളെ നമ്മൾ ഡീൽ ചെയ്യാൻ. അപ്പൊ എമർജൻസി സിറ്റുവേഷൻ കവർ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളെ, വളരെ കാര്യങ്ങൾ, അതായത് നോട്ട് ഓൺലി മെഡിസിൻ ബട്ട് ഓൾസോ അതർ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊണ്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്, നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ശരിക്കും ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എന്ന് പറയണത് സിമിലിമത്തിന് മാത്രം കഴിയുന്ന ഒരേ ഒരു കാര്യമാണ്. ഇവിടെ സിമിലിമത്തിന് മാത്രമേ ശരിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സിമിലിമം സെലക്ട് ചെയ്യുമ്പോഴോ ആപ്റ്റ് സിമിലിമം സെലക്ട് ചെയ്യണം. ആപ്റ്റ് സിമിലിമം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സിമിലിമം സെലക്ഷൻ ആണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ ഉപയോഗിക്കൂ സിമിലിമം ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു കേസിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ HP സ്കോർ സിസ്റ്റം ആണെങ്കിൽ സിമിലിമം കണ്ടെത്താൻ മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ ഉപയോഗിക്കാനാണ് ഞാനൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്ന 9 ഫാക്ടേഴ്സ് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം തന്നെ ഇതിനെ നമ്മൾ വളരെയധികം അനലൈസ് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ 9 കേസുകളിൽ നമ്മൾ മെഡിസിൻ അല്ല എന്ന് കൂടുതൽ പറയണം കേട്ടോ. നമ്മൾ ഇതിലെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലങ്സിനെ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെ? ലങ്സിന് കുഴപ്പം വരാതിരിക്കാൻ നോക്കണം. ആദ്യം ഡയഗ്നോസിസ് നമുക്ക് കിട്ടി, അത് കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് നോക്കണം. പിന്നെ പൾമനറി, ഇതുപോലെ നമ്മളെ പൾമനറി എക്സസൈസുകളോ മറ്റു കാര്യങ്ങളോ എല്ലാം അറിയാവുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ നിൽക്കണം. കറക്റ്റായിട്ടുള്ള സിമിലിമം നമ്മൾ കൊടുക്കണം. സിമിലിമം കൊടുത്താൽ മാത്രം പോരാ, എക്സാക്ട് പൊട്ടൻസി ഡിസൈഡ് ചെയ്യാനും നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം. കാരണം ഹൗ ഫാർ പാത്തോളജി ഈസ് വിത്തിൻ ദാറ്റ്, എത്ര പാത്തോളജി അതിനകത്തുണ്ട്, ആ പാത്തോളജിക്കൽ ലീഷൻസ് എത്രയുണ്ട്, ഡിസ്ട്രക്ഷൻ എത്രയുണ്ട്, ആ പാത്തോളജിക്കൽ ലീഷൻ ഇറവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾക്ക് പാലിയേഷൻ മാത്രമേ സാധിക്കുള്ളൂ. പാലിയേഷനും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ സിമിലിമം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളത്. സിമിലിമം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സിമിലിമം ഫൈൻഡ് ഔട്ട് ചെയ്യാം? മെഡിസിൻ്റെ സിംറ്റംസ് എടുക്കും. അപ്പോൾ സിംറ്റംസ് എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ സിംറ്റംസ് പറയാം. ഇപ്പോ റെസ്പിറേഷൻ, നമ്മൾ റെപ്പർട്ടൈസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമുക്ക് എടുക്കാം, റെസ്പിറേഷൻ എടുക്കാം. റെസ്പിറേഷൻ ഏതൊക്കെ എടുക്കാം? ഹലോ സൂര്യ എന്തോ പറഞ്ഞു? എത്തിന്ന് പറഞ്ഞാവും. സൂര്യക്ക് അവിടെ റേഞ്ചുള്ള സ്ഥലത്തല്ല ഇപ്പോ, അതുകൊണ്ട് ഇന്ന് മിക്കവാറും ഞാൻ തന്നെ അല്ലെങ്കിൽ അതിനിടയിൽ അത്യാവശ്യം വരുമ്പോ സൂര്യ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം റെസ്പിറേഷൻ ഡിഫിക്കൽട്ട്, അതുപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിഫിക്കൽട്ട് റെസ്പിറേഷൻ ഓൺ എക്സേർഷൻ, ഡിഫിക്കൽട്ട് റെസ്പിറേഷൻ ലൈൻ, ഡിഫിക്കൽട്ട് റെസ്പിറേഷൻ then suffocation, oppressed respiration, wheezing respiration. അപ്പൊ റെസ്പിറേഷൻ തന്നെ അല്പം കൂടെ സൗണ്ട് കൂട്ടാൻ നല്ലതാണ്. എനിക്കൊന്ന് ഇച്ചിരി അടുത്തിരിക്കാൻ, എന്തോ ഇച്ചിരി സൗണ്ട് കുറയുന്നുണ്ട്. കുറവുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പോഴോ? കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ക്ലിയർ ആയില്ല? ഉണ്ട്, ക്ലിയർ ആണ്, പക്ഷെ സൗണ്ട് ഇച്ചിരി കുറവാണ്. കുറവുണ്ടല്ലേ? അപ്പൊ അത് റേഞ്ചിലേക്കുണ്ടാവും, അറിയില്ല. എന്തായാലും ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണോ?
കേൾക്കുന്നുണ്ട്. അപ്പൊ ശബ്ദം കുറച്ച് കൂട്ടണം അല്ലെ, ഞാൻ ശബ്ദം കൂടിപ്പോണ്ട വെച്ചിട്ടാണ്. അപ്പൊ റെസ്പിറേഷൻ നമ്മളിപ്പോ റൂബ്രിക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റെസ്പിറേഷൻ നോക്കും അല്ലെ, നമ്മൾ സിമിലിമം കണ്ടെത്താനാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അപ്പൊ റെസ്പിറേഷൻ, ഡിഫിക്കൽട്ട്, പിന്നെ ഒപ്രസ്ഡ്, ആസ്മാറ്റിക് എല്ലാം നമുക്കറിയാം. അതെല്ലാം നോക്കുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഡ്രഗ്സ് കിട്ടും. രണ്ടാമത്തെ കഫ്. കഫ് എങ്ങനെയാണ്? ഡ്രൈ, ലൂസ്, വിത്ത് എക്സ്പെക്ടറേഷൻ, അറ്റ് നൈറ്റ്, വേഴ്സ് എക്സേഷൻ, വിത്ത് ഡിഫിക്കൽട്ട്, എക്സ്പെക്ടറേഷൻ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ടറേഷനിൽ നോക്കി. പിന്നെ ചെസ്റ്റില് ഒപ്രഷൻ ചെസ്റ്റ്, കൺസ്ട്രിക്ഷൻ, ടൈറ്റ്നസ്, റാറ്റ്ലിംഗ് ചെസ്റ്റ്. എക്സ്പെക്ടറേഷനില് ഡിഫിക്കൽട്ട്, ടെനേഷ്യസ് എക്സ്പെക്ടറേഷൻ, യെല്ലോ എക്സ്പെക്ടറേഷൻ, ഗ്രീനിഷ് എക്സ്പെക്ടറേഷൻ, ഫ്രോത്തി എക്സ്പെക്ടറേഷൻ, ദെൻ ഒഫൻസീവ് എക്സ്പെക്ടറേഷൻ. ഞാൻ വെറുതെ 4 സിംറ്റം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന നമ്മൾ സിംറ്റം എടുക്കേണ്ടി വരുമ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് റെപ്പർട്രൈസ് ചെയ്താൽ നമുക്കൊരു കൂട്ടം മരുന്ന് നമുക്ക് കിട്ടും. ആ മരുന്നിൽ നിന്ന് റെപ്പർട്രൈസ് ചെയ്ത് മരുന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലെ. ഇതിപ്പോ ഇത്രയും കാര്യം കഴിഞ്ഞാൽ, പക്ഷെ ഇവിടെ വരുമ്പോ ഇതൊരു കംപ്ലീറ്റ് സിംറ്റം ആക്കി എടുക്കാൻ നമുക്ക് ഇതുപോലെ സിംറ്റംസിൽ നിന്ന് സാധിക്കും. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇവിടെയാണ് മെന്റൽ റൂബ്രിക്സിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗം, ദ 5th ലെവലാണ്. കാരണം എല്ലാ ഇവിടുത്തെ ലെജൻസ്, അതായത് ഇന്ന് ഇവിടെ ലെജൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും ഈ ഒരു മെന്റൽ സിംറ്റം പെക്യൂലിയർ വച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ, ഈ തരത്തിൽ കിടക്കുന്ന 5th ലെവലിൽ കിടക്കുന്ന രോഗികളെ കൃത്യമായ സിമിലിമം കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, അതാണ് അവരെ ലെജൻസ് ആക്കി മാറ്റിയത്. അത് അവിടെ ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവിടെ പറ്റില്ല. എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അത് മെഡിസിൻ മാത്രം പോരാ. ഒരു മെഡിസിൻ കൊടുത്താൽ മാത്രം അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വളരെ വിദഗ്ധമായി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമിലിമം അവർക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമുക്ക് രോഗികളെ ഒന്ന് വെറുതെ ഒന്ന് അവലോകനം ചെയ്തു നോക്കാം. ഇപ്പൊ ഈ തരം പേഷ്യന്റ്, അതായത് ഒരു കുറെ കാലമായിട്ട് ഈ ശ്വാസം മുട്ടും ചുമയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, പല തരത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഓരോ തരത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോ ആ മാനസിക പിരിമുറുക്കങ്ങളെ മുഴുവൻ നമ്മുടെ റെപ്പർട്ടറിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഫിയർ തന്നെ നോക്കിയാൽ കുറെ കിട്ടും. വളരെയധികം കേസുകൾ ഫിയർ മാത്രം നോക്കിയാൽ കിട്ടും. അപ്പോ ആ നിലയ്ക്ക് മെന്റൽ റൂബ്രിക്സിനെ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ മെന്റൽ റൂബ്രിക്സ് ഇതിനെ പറ്റിയുള്ള 5 or 10 റൂബ്രിക്സ് പറഞ്ഞു തരാം. അപ്പൊ നമുക്കറിയാം, ഒരാള് കിടക്കുന്നു, മറ്റേ കിടക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നത് എന്തൊക്കെ, പേടി, ഉത്കണ്ഠ, ഭയം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ മരിക്കുവോ, മരിക്കില്ലേ, മരിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾ അങ്ങനെയാവോ ഇങ്ങനെയാവോ, അല്ലെങ്കിൽ ഇതെനിക്ക് വന്നല്ലോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഒരു ഗിൽറ്റി ഫീലിങ്സ്, അങ്ങനെയുള്ള കുറെ ഫീലിങ്സ്. ആ ഫീലിങ്സ് എല്ലാം കൃത്യമായി ആ ഫേസിൽ പ്രകടമാവും, അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ പ്രകടമായി കിട്ടും. ആ തരത്തിലുള്ള കേസുകളിൽ കൃത്യമായ പെക്യൂലിയർ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും യു ക്യാൻ ഓൾസോ ഷോ വണ്ടേഴ്സ്. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്ന ഹോമിയോപ്പതിയിൽ. നമ്മൾ അത് നോക്കിക്കൊണ്ട് എല്ലാ ജൂനിയേഴ്സ് ആയാലും എല്ലാം നോക്കാൻ പോയാൽ നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഏത് ഒരു അവസ്ഥയിലാണ് 5th ലെവൽ മാനേജ്മെന്റിലുള്ള ബുദ്ധിമുട്ട്. 5th ലെവൽ മാനേജ്മെന്റിലുള്ള ബുദ്ധിമുട്ട് എന്താണ്? സിമിലിമം ഈസ് ദ ആപ്റ്റ് സെലക്ഷൻ, ബട്ട് കണ്ടീഷൻ ഈസ് ദ എമർജൻസി സിറ്റുവേഷൻ വി ആർ അൺഎബിൾ ടു കൺട്രോൾ ഇറ്റ്. നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാനുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ടും അതേ സമയത്ത് ഏറ്റവും വിദഗ്ധമായി സിമിലിമം ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു
ഡിസീസ് ആയതിനാലും നമ്മൾ ഏത് രീതിയിൽ ചെയ്യണം. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് മിക്കവാറും ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിടന്ന് കുറെ കഴിയുമ്പോൾ വരുന്നവരോ ഇങ്ങനെയുള്ള രോഗികളാണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്താ കുഴപ്പം? അവർ കുറെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ആപ്റ്റ് സിമിലിമം എടുക്കാൻ പറ്റുമോ? കൃത്യമായ സിമിലിമം കിട്ടിക്കോളുന്നില്ല. പക്ഷേ ഇയാളുടെ മെന്റൽ ക്ലാരിറ്റി അയാളുടെ ഉള്ളത് ഏത് മരുന്ന് കഴിച്ചാലും ഏത് ഡോക്ടർ ചികിത്സിച്ചാലും അത് മാറി. അതുകൊണ്ട് അയാളുടെ ഫിയർ, ആൻസൈറ്റി, ഇമോഷണൽ ആസ്പെക്ട്സ് ഇതിന്റെ റൂബ്രിക്കുകൾ എല്ലാവരും തറവായിരുന്നാൽ ഈ കാര്യത്തിൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇമോഷണൽ അവിടെയാണ് കെന്റിന്റെ മെന്റൽ റൂബ്രിക്സിന്റെ പ്രാധാന്യം. കെന്റ് എന്നല്ല, മെന്റൽ സിംറ്റമിന്റെ പ്രാധാന്യം. അപ്പൊ മെന്റൽ സിംറ്റം ഇമ്പോർട്ടൻറ്റ് ഈസ് ഇൻ കേസസ് വെയർ there is in the severe case, even though the patient is suffering much, but his individuality is within that symptom alone. That may help us to understand. അപ്പൊ നമ്മൾ റെപ്രട്ടൈസ് ചെയ്യുമ്പോൾ ഈ എക്സ്പെക്ടേഷനും കഫും ചെസ്റ്റും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ മെഡിസിൻ കണ്ടെത്തിയാൽ തന്നെ അവിടെ ഒരു ആപ്റ്റ്നെസ് കിട്ടില്ല. കാരണം ഈ ഒരു സ്റ്റേജ് മിക്കവാറും അലോപ്പതിക് മെഡിസിൻ കഴിക്കുന്നവരോ വേറെ മെഡിസിൻ കഴിക്കുന്നതിലോ കൃത്യമായ സിംറ്റംസ് മുഴുവൻ കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് ആ സിംറ്റമിനെ ഒബ്സർവ് ചെയ്യാനുള്ള സമയവും കിട്ടില്ല. അതായത് ഓരോ സിംറ്റമിനെ വെയിറ്റ് ചെയ്ത് കിട്ടാനുള്ള സമയം കിട്ടില്ല. ഈ രണ്ട് പരിമിതികൾ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പേഷ്യന്റിന്റെ എന്നാൽ ഇയാളുടെ മെന്റൽ ഫീലിംഗ് മാറില്ല. ചിലവർ കുട്ടികളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ആ സങ്കടം എപ്പോഴും അത് വ്യക്തമായിരിക്കും. അത് ഏതൊരു മരുന്ന് കഴിച്ചാലും എന്ത് കഴിച്ചാലും ആ ഒരു ഫീലിംഗ് മാറിക്കൊള്ളുന്നില്ല. അപ്പൊ അതുപോലെയുള്ള ഇമോഷണൽ ആസ്പെക്ട്സിൽ മെന്റൽ സിംറ്റംസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിമിലിമത്തിനെ നമുക്ക് കിട്ടുന്ന ഈ സിംറ്റം റെപ്രട്ടൈസ് കിട്ടുന്ന ഡ്രഗിനെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഇത് വെച്ച് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അത് അവിടെ കണ്ടീഷൻ ഉള്ളത് എന്താണ്? പത്തോളജിക്കൽ എഫക്ട്. അതായത് ഇറിവേഴ്സിബിൾ പത്തോളജി സ്റ്റാൻഡിങ് ആണ്. പത്തോളജിക്കൽ കണ്ടീഷൻ ഒരു റിവേഴ്സിബിൾ ഫോമിലാണ് നിൽക്കണമെങ്കിൽ നമ്മുടെ ആപ്റ്റ് മെഡിസിൻ സിമിലിമം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കാണിക്കുന്നവരാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് എല്ലാവരും. മനസ്സിലായോ? എല്ലാ ആൾക്കാരും. പക്ഷെ അവർക്ക് എന്താണ് കുഴപ്പം? എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? അതുകൊണ്ടാണ് 5th 6th ലെവലൊന്നും നമ്മൾക്കാർക്കും, എനിക്കും കിട്ടില്ല, നമുക്ക് എല്ലാവർക്കും കിട്ടാനുള്ള പരിമിതിയുടെ കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. സൂര്യക്ക് റേഞ്ച് ഉണ്ടാവില്ല. അപ്പോ നമുക്ക് തുടങ്ങാം, കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ ഇതില് ചെസ്റ്റ് ഡിസ്കംഫർട്ട് വരുമ്പോ, ചെസ്റ്റിൽ ഇപ്പൊ ഒരാള് COPD വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിംറ്റംസ് ആയിട്ടായിരിക്കും നമുക്ക് വരിക. സിവിയർ ഡിസ്നിയ വരുമ്പോ നമ്മൾ ഏതൊക്കെ ഈ COPD ആണെന്ന് ഡയഗ്നോസ് ചെയ്ത കേസിൽ ഓക്കെ, ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കാർഡിയാക് കംപ്ലൈൻസ് ഉണ്ടോ നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ഒക്കെ നോക്കാൻ ബാധ്യത. അപ്പോൾ ഡിസ്നിയ, ഡ്രൗസിനെസ്, ഇതിൽ നമ്മൾ നേരത്തെ ഈ എമർജൻസി മെഡിസിൻ നമ്മൾ കുറച്ച് പത്തോഫിസിയോളജിക്കൽ ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ലൊബേലിയ, ആസ്പിഡോസ്പെർമ, കാർബവെജ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നത്, ഇവിടെയാണ് ഞാൻ ഈ പത്തോഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പത്തോഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഇത്തരം കേസിൽ എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലങ്സിൽ നമ്മൾ എന്തൊക്കെ വേണം? പ്രിസർവ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ലങ്സിനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ അകത്ത് കയറണം. അപ്പോൾ എനി ഒബ്സ്ട്രക്റ്റീവ് കോസസ് ദാറ്റ് ടു ബി റിമൂവ്ഡ്, അത് റിമൂവ് ചെയ്യത്തക്ക രീതി. അപ്പോൾ കഫം വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കഫം വന്ന് നിറഞ്ഞു നിന്നിട്ടാണ് തടസ്സം വരണമെങ്കിൽ കഫത്തെ എന്ത് ചെയ്യണം? നമുക്ക് ഒന്ന് ലൂസ് ആക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പത്തോഫിസിയോളജിക്കൽ അപ്ലിക്കേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്നുകൾ നമുക്ക് പലതുമുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഏതൊരു മരുന്നിന്റെയും പത്തോഫിസിയോളജി അറിയുകയാണെങ്കിൽ
അത് മസ്കുലർ, അതായത് ബ്രോങ്കിയൽ മസിൽസിലാണോ മ്യൂക്കസ് മെംബ്രെയിനിലാണോ എഫക്റ്റ് എന്ന് അറിയാമെങ്കിൽ, അപ്പൊ പത്തോഫിസിയോളജിക്കൽ പാർട്ട് ഓഫ് ഈച്ച് ഡ്രഗ് ഇഫ് യു ആർ നോയിങ്, നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മസ്കുലർ പാർട്ടിലാണ് വരുന്നത്, അല്ലെങ്കിൽ ആ സ്പാസ്മോഡിക് ആണ് വരുന്നത്, ശ്വാസമുട്ട് പോലെ വരുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സാധാരണ ശ്വാസമുട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ബ്ലാറ്റ കൊടുക്കും, അങ്ങനെ കൊടുക്കും. അപ്പൊ ബ്ലാറ്റ ശ്വാസമുട്ടിന് കൊടുക്കണമെന്ന് വെച്ചാൽ അത് ഏത് ഭാഗത്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ പത്തോഫിസിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ ലിക്വിഫൈ ചെയ്യണം. ഇതിനെ കഫം കെട്ടിക്കിടക്കുന്ന കഫത്തിനെ ലിക്വിഫൈ ചെയ്യണം. ലിക്വിഫൈ ചെയ്യാൻ ഒരു മരുന്ന് സെനേഗ നമ്മൾ സാധാരണഗതിയിൽ ഞാൻ കൊടുക്കുന്ന മരുന്നെന്നാണ് സെനേഗ. ഇപ്പൊ സെനേഗ കൊടുത്തു കഴിഞ്ഞാൽ ഈ കഫത്തെ ഒന്ന് ലൂസാക്കി കിട്ടും. ലൂസാക്കി കിട്ടുമെന്ന് മാത്രമല്ല, ലൂസാക്കി കിട്ടുമ്പോൾ കുറച്ചും കൂടി എയർ ഫ്ലോ കിട്ടും. പക്ഷേ ഈ എപ്പോഴും ഇത്തരം കേസുകൾ, അതായത് 5th ലെവലിൽ നിൽക്കുന്ന കേസ്, ഓക്സിജൻ കുറവായിട്ടാണ് ഇൻഹെയിൽ ചെയ്യണമെങ്കിൽ എല്ലാ അവയവങ്ങളിലും ഇതിന്റെ കുറവുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സ്കേഴ്സിറ്റി കുറയ്ക്കാനും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ലങ്സിന്റെ പത്തോഫിസിയോളജി അറിയുന്ന ആൾക്ക് സെനേഗ മദർ ടിഞ്ചർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ലങ്സിന്റെ പെർമിബിലിറ്റി ബേസിൽ വരുമ്പോൾ നമുക്ക് കാർബോ വെജിറ്റബിളീസ് അവിടുത്തെ ഒരു മരുന്നായി വരും. ഞാൻ ഓരോ മരുന്ന് പറയണമെന്ന് മാത്രം കേട്ടോ, ജസ്റ്റ് ഐ എം മൈൻഡിങ്. കാർബോ വെജാവും. അതേ സമയത്ത് ഈ ഓക്സിജൻ കൂടുതൽ നമുക്ക് നഷ്ടപ്പെടാതെ ടിഷ്യൂവിൽ കീപ്പ് ചെയ്ത് വരാൻ ആസ്പിഡോസ്പെർമിൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആസ്പിഡോസ്പെർമ, സെനേഗ, കാർബോവേജ്, ഇത് മൂന്നും നമുക്ക് ആ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ലങ്സിന്റെ ഏത് കണ്ടീഷനിലാണ്, എവിടെയാണ് എന്ന് അറിയാൻ പത്തോഫിസിയോളജിക്കൽ ആയി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ പ്ലസ് സിമിലിമം സെലക്ഷൻ എടുക്കണം. ആ സിമിലിമം സെലക്ഷൻ എടുക്കുന്ന മരുന്ന് ഒരിക്കലും അഡ്വാൻസ് പത്തോളജിക്ക്, അല്ലെങ്കിൽ വെയർ വൈറ്റാലിറ്റി ഈസ് ലെസ്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? ഹയർ പൊട്ടൻസി റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 30 to 100 പൊട്ടൻസിയിൽ നമ്മൾ നിൽക്കുകയായിരിക്കും നല്ലത്. അപ്പൊ ലോ പൊട്ടൻസി അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഒരു 30th പൊട്ടൻസി നമ്മൾ കൊടുത്തിട്ട് അവിടെ ആക്ഷൻ കാണാൻ, അപ്പൊ എന്തുകൊണ്ടാണ് ലോ പൊട്ടൻസി കൊടുത്തതെന്ന് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ, ലോ പൊട്ടൻസി കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ മച്ച് പാത്തോളജി ഇസ് ദെയർ. അവിടെ റിവേഴ്സിബിളോ ഇറിവേഴ്സിബിളോ എന്ന് മനസ്സിലാക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥകൾ വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ പേഷ്യൻസ് അറിയാം, ഓക്സിജൻ സിലിണ്ടറും വണ്ടിയിൽ വെച്ചിട്ട് വരുന്ന ആൾക്കാരാണ് വരിക. ഈ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യത്തെ ഒരു കോഴ്സിൽ മെഡിസിൻ കൊടുത്തു. ഇപ്പൊ അവര് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 24 മണിക്കൂറും ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ടിരുന്ന ഒരാള് പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ 18 മണിക്കൂറായി, പിന്നെ ഒരു 12 മണിക്കൂറായി. അങ്ങനെ റിക്കവർ ചെയ്ത് 8-10 ദിവസം കൊണ്ടാണ് ഇവര് റിക്കവർ ചെയ്ത് പോരുന്നത്. ഇത് കണ്ടീഷൻ എന്ന് വെച്ചാൽ 6th ലെവലിലേക്ക് പ്രോഗ്രസ് ചെയ്തില്ല എന്നതാണ് ഈ 5th നിന്ന് മറ്റേ 3rd കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോ ഈ ഓക്സിജൻ സിലിണ്ടർ കാരിയേഴ്സ് ആയാലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് അവിടെ, പക്ഷെ നമ്മൾ ഈ ഓക്സിജന്റെ കുറവ് കൊണ്ട് വരാവുന്ന മറ്റവയവങ്ങളുടെ കണ്ടീഷനും കൂടി നമ്മൾ കവർ ചെയ്യണം. അപ്പൊ അവിടുത്തെ കാർഡിയാക് ഫങ്ഷൻ, റീനൽ ഫങ്ഷൻ, മറ്റുള്ള കാര്യങ്ങളും കൂടി ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ മനസ്സിലാക്കിയിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താൽ 5th ലെവൽ മാനേജ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് 5th ലെവൽ. ക്ലിയർ ആയോ? ഇനി 5th ലെവലിൽ ഒരു 5 മിനിറ്റ് ഞാനത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിനെ കഴിഞ്ഞതിന് ശേഷം 6th കിടക്കും. കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇതിന്റെ തെറപ്യൂട്ടിക് സെക്ഷൻ എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. 5 മിനിറ്റ് അതിനുള്ള സമയമുണ്ട്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി കേട്ടോ. സൂര്യ ഉണ്ടോ? സൂര്യ അവിടെ ഉണ്ടോ? സൂര്യ കാണുന്നില്ല. റേഞ്ച് ഉണ്ടാവില്ല, ഒക്കെ സാരമില്ല. ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയതാണ്, പക്ഷെ റേഞ്ച് പോവാ. നോക്കട്ടെ. ഇനി ഇല്ല, സൂര്യ ഇല്ല. വേണ്ട, പറഞ്ഞോളൂ. മറ്റേ ആർക്കും ചോദിക്കാണ്ടോ?
ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത്രയും പറഞ്ഞു തന്നതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. സാറ് നമ്മൾ ഈ കൊടുക്കുമ്പോഴേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സെനേല ടിഞ്ചറും കാർബോജും എല്ലാം ഒരുമിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്? ഒരുമിച്ച് കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റ് ഒന്നാമത്തെ തന്നെ സാധാരണഗതിയില് ഇവര് ഓൾറെഡി സഫറിങ് ആണ്, ഇഷ്ടം പോലെ അലോപ്പതിക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളാണ്. അപ്പൊ തന്നെ ഒരു കോംപ്ലക്സ് ഡിസീസ് ആണ് അവിടെ ഫോം ചെയ്യുക. ആ കോംപ്ലക്സ് ഡിസീസ് ഫോം ചെയ്യുന്ന സമയത്ത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ നമ്മൾ ഫിസിയോളജിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത്തരം മെഡിസിൻസ് പറയുമ്പോൾ അതിലെ ആപ്റ്റ് മെഡിസിൻ സെലക്ട് ചെയ്യാൻ കഴിയും. സിമിലിമത്തിൽ കവർ ചെയ്യണമെങ്കിൽ ഒരു ലെവലിൽ നിന്ന് കടന്നു പോകുന്നതിന് ശേഷം മാത്രമേ സിമിലിമത്തിന്റെ ഫംഗ്ഷൻ വരുള്ളൂ. അപ്പൊ സിമിലിമം കൊടുക്കുമ്പോൾ ബോഡിയുടെ വൈറ്റൽ ഫോഴ്സ് കവർ ചെയ്യുമ്പോൾ വൈറ്റൽ ഫോഴ്സിനെ പവർഫുൾ ആക്കാൻ സിമിലിമം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വൈറ്റൽ ഫോഴ്സ് പവർഫുൾ ആകുന്നതോടുകൂടി നമ്മുടെ ബോഡി അത് റിക്യൂപ്പ് ചെയ്ത് അതിന് ഈ രോഗത്തിനെതിരെയായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ആ തരത്തിൽ വൈറ്റൽ ഫോഴ്സിനെ കവർ ചെയ്യുന്ന സിമിലിമം കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ കുറെ ശ്വാസം മുട്ടിലുള്ള മറ്റു മരുന്നുകൾ അലോപ്പതിക് മെഡിസിൻസ് ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് വിചാരിക്കുന്ന പോലെ ആക്ഷൻസ് മുഴുവൻ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് റിപ്പീറ്റഡ് ഡോസസ് ഓഫ് ലോ പൊട്ടൻസി തന്നെ ആവശ്യം വന്നേക്കും. 30th പൊട്ടൻസി ഒരു സിംഗിൾ ഡോസിൽ കൊടുക്കാനോ ഒരു 200 പൊട്ടൻസി ഒരു ഡോസ് കൊടുത്ത് വെയിറ്റ് ചെയ്യാനോ സാധിക്കില്ല. വൈ? ബിക്കോസ് ദ പേഷ്യന്റ് ഈസ് ഓൾറെഡി suffering with such trouble as well as he is taking any other forms of drugs or any whatever it is. കാരണം അവിടെ ആക്സസറി മെഷേഴ്സ് ഇല്ലാതെ ഇത്തരം സിവിയർ കേസുകളെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുന്ന ആൾക്ക് ഓക്സിജൻ സിലിണ്ടർ മാറ്റി വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്സിജൻ കൊടുക്കുന്നതോടൊപ്പം ഓക്സിജൻ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൊടുക്കുന്നതോടൊപ്പം നമ്മളുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ അതിനെ ലോ പൊട്ടൻസിയിൽ കൊടുത്താൽ നമുക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്യാനോ അതിനെ ആന്റിഡോട്ട് ചെയ്യാനോ എല്ലാത്തിനും വളരെ എളുപ്പമായിരിക്കും. മനസ്സിലാവുണ്ടോ? ഹയർ പൊട്ടൻസി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന ആക്ഷൻ ആവില്ല വൈറ്റൽ ഫോഴ്സിൽ വരിക. അപ്പൊ നമ്മുടെ തിയറിയിൽ വൈറ്റൽ ഫോഴ്സ് ആണ് ഡിറേഞ്ച്മെന്റ് വരണമെങ്കിൽ അതിൽ പൊട്ടൻസി സെലക്ഷനിലെ മെഡിസിൻ ആണെങ്കിൽ ഈ മെറ്റീരിയൽ, അതായത് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ പത്തോളജിക്കൽ ചേഞ്ചസിനെ ഒരു മെറ്റീരിയൽ എഫക്റ്റിന് ഒരു ഫിസിയോളജിക്കൽ ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ക്യാൻ ബി ഇൻക്ലൂഡഡ്. അതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അതിലും കൂടുതൽ ഒരു അലോപ്പതി മെഡിസിനിൽ ഒരു ഗുളികയിൽ എത്ര മരുന്നുണ്ട്, എത്ര മരുന്നുകളാണ് കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെഡിസിനെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മെഡിസിനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. കൂടുതൽ ഏതിലാണ് കുറയുന്നുണ്ടോ കൂടുതലുണ്ടോ, എല്ലാ കണ്ടീഷൻ BP നോക്കുക, റെസ്പിറേറ്ററി മൂവ്മെന്റ് നോക്കുക, റെസ്പിറേറ്ററി ആക്സിലറേഷൻ നോക്കുക, ചെസ്റ്റിന്റെ പൊസിഷൻ നോക്കുക, പൾസ് നോക്കുക, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. ഇംപ്രൂവ്മെന്റ് ഓക്സിജൻ ലെവൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും വേണം. ആ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് ഒരു കൃത്യമായ പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റിൽ പോകണം. ഏതെല്ലാം ചികിത്സകൾ എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു സിംഗിൾ ഡോസ് ആഴ്സനിക് ആൽബ് കൊടുത്തു എന്ന് വിചാരിക്കും. ഈ ആഴ്സനിക് ആൽബ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇതാവുന്ന കാര്യമല്ല. കാരണം ആഴ്സനിക് ആൽബിന്റെ ആക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ആഴ്സനിക് ആൽബിന് വണ്ടേഴ്സ് കാണിക്കാൻ സാധിക്കുമെങ്കിലും നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നത് ഒരിക്കലും ആഴ്സനിക് ആൽബിന് ആന്റിഡോട്ട് ആവില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, പൊട്ടൻസി ഉപയോഗിക്കുന്ന സമയത്ത് ആന്റിഡോട്ടൽ എഫക്റ്റ് അല്ലാത്ത ഒരു മദർ ടിഞ്ചർ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഹാനികരമല്ല. കാരണം മദർ ടിഞ്ചേഴ്സ് ഉപയോഗിക്കാൻ നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആക്ഷൻ ആവശ്യം വരുന്ന സമയത്ത് ഒരു മദർ ടിഞ്ചർ ഉപയോഗിച്ചതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ് ടു ലെവൽ 3 മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയുന്ന പ്രിൻസിപ്പിളില് ഒരു സിംഗിൾ ഡോസ് കൊടുത്ത്, കാരണം അത് 3 ആണ്. 3 ഡെവലപ്പ് ചെയ്ത ഫോർത്തായി ഒരാശുപത്രി പോണോ? അവരാശുപത്രി പോകുന്നതാണെങ്കിൽ 3rd ലെവലിൽ ചെയ്യാം. ഇതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ 3rd ലെവലിൽ നിന്ന് 4th ലെവലിലേക്ക് കടക്കാതിരിക്കാൻ നോക്കാൻ നമ്മൾ മൈസോൺ ടെമ്പറമെന്റും മറ്റതെല്ലാം നോക്കി സിമിലിമം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരു കണ്ടീഷനിലേക്ക് കടക്കാതിരിക്കാൻ നോക്കുക. കടന്നു കഴിഞ്ഞ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ടെക്നോളജിക്കലി എക്സ്പെർട്ട് ഇല്ലാത്തവർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ 4th ലെവലോ 5th ലെവലോ കേസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ എല്ലാവരും സയന്റിഫിക് അല്ല, സ്യൂഡോ സയൻസ് ഒക്കെ പറയണമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ.
കാരണം നമ്മൾ എപ്പോഴാണോ 4th ലെവൽ എടുക്കുന്നു അപ്പൊ തൊട്ട് ജനം അംഗീകരിക്കും. അതിനെന്ത് വേണം? ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കിട്ടണം. എല്ലാം പഠിപ്പിക്കുമ്പോൾ കോളേജിലെ എല്ലാത്തിനും എക്സ്പെർട്ടൈസ് ആയിട്ട് വന്ന ആ ഒരു കാലം വരികയാണെങ്കിൽ അപ്പോ അത് ശരിയായിക്കോളും. അതാണ് അതിന്റെ കാര്യം. അല്ലാതെ നമ്മൾ വെറുതെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ പാത്തോഫിസിയോളജിക്കൽ അപ്ലിക്കേഷൻ ആവശ്യം വരുന്നത് പാത്തോളജിക്കൽ ആയിട്ടുള്ള ഡാമേജ് വരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മദർ ടിഞ്ചേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലോ പൊട്ടൻസി ഉപയോഗിക്കാം. ഈ ലോ പൊട്ടൻസി ഉപയോഗിക്കുന്ന മദർ ടിഞ്ചർ ഉപയോഗിക്കുന്നതിന് എനിക്കൊക്കെ കുറെ മെത്തേഡുകളുണ്ട്. എവിടെയാണ് ടിഞ്ചർ? പിന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് മദർ ടിഞ്ചർ കൊടുക്കണം എന്ന് നമ്മൾ പറയില്ല. ഏതൊരു മെഡിസിൻ സെലക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഏത് പൊട്ടൻസി കൊടുത്താലും ആക്ഷൻ കിട്ടിയിരിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇന്ന പൊട്ടൻസിയിലെ ആക്ഷൻ ഉള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. ദോസ് ഹു നോട്ട് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ വൈറ്റാലിറ്റി ഓഫ് എ പേഷ്യൻസ്, വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസിന്റെ ഫങ്ഷൻ കൃത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ആപ്റ്റ് പൊട്ടൻസി സെലക്ട് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സിമിലിമം സെലക്ട് ചെയ്യുമ്പോൾ ആ സിമിലിമം സെലക്ട് ചെയ്യുന്നവര് വണ്ടേഴ്സ് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ സിമിലിമം സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഇതുകൊണ്ടാണ് ഇന്ന് ഹോമിയോപ്പതിയിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്നത്. എല്ലാവരും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അന്വേഷിച്ച് നടക്കലാണെന്നാണ് എനിക്ക് തോന്നി. ഞാനും കുറെ കാലം അന്വേഷിച്ച് നടന്നിട്ടാണ് ഇതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തത്. ആ ബൗണ്ടറിയിലാണ് ഈ 9 ഫാക്ടേഴ്സിനെ ഘടിപ്പിച്ചുകൊണ്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് സിമിലിമം കണ്ടെത്താൻ ഇത്തരം കാര്യങ്ങൾ, അതായത് നേച്ചർ, ക്യാരക്ടർ, ടെമ്പറമെന്റ്, പിന്നെ കോസ്, എഫക്റ്റ്, സ്ഫിയർ ഓഫ് ആക്ഷൻ. 6ാമത്തത് സൈഡ് എഫിനിറ്റി, തെർമൽ, ദെൻ മൊഡാലിറ്റി. അപ്പൊ 9 കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ 3 ട്രയാങ്കിൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്നിനെ എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോ നമ്മൾ എടുക്കുകയാണ് ആദ്യത്തെ ക്യാരക്ടർ. ഒരാളുടെ ക്യാരക്ടർ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? അപ്പൊ നമ്മളിവിടെ മെന്റൽ പെക്യൂരിയർ എടുക്കുന്ന നേരത്തെ ഇൻട്രോവേർട്ട്, ചിലവർ ഇൻട്രോവേർട്ട് ആയിരിക്കും. എന്താ കാരണം? ഇത്തരം പേഷ്യൻസ് കിടക്കുന്ന സമയത്ത് ചിന്തിക്കണം മുഴുവൻ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന ആളായിരിക്കും. ഹീസ് കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് ഹിസ് ഫാമിലി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിൽറ്റ് ഉണ്ടെങ്കിൽ ഗിൽറ്റി ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ഈവന്റ്. അപ്പൊ ദാറ്റ് മീൻസ് ദർ ആർ ഡിഫറെന്റ് തോട്ട് ലെവൽസ്. ആ തോട്ട് ലെവൽസ് മനസ്സിലാക്കുമ്പോൾ മാത്രമേ കൃത്യമായ ഒരു നമുക്ക് സിമിലിമം സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെ സിംറ്റംസ്, ഈ പറഞ്ഞ പോലെ കഫിന്റെ സിംറ്റംസ് നേരത്തെ പറഞ്ഞ പോലെ കഫ്, റെസ്പിറേഷൻ, ഇതെല്ലാം എടുത്ത് റെപ്രട്രൈസ് ചെയ്ത് കിട്ടുന്ന മരുന്നിൽ നിന്ന് സിമിലിമം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ മെന്റൽ പെക്യൂലിയർ, ഇമോഷണൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കി സിമിലിമം സെലക്ട് ചെയ്താൽ യു ക്യാൻ ഷോ വണ്ടേഴ്സ്. ഇതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു സാറേ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഈ ലെവലായതുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ സാധാരണ ഇതിലിപ്പോ COPD കേസ് അങ്ങനത്തെയാണ്. COPD കേസ് അഡ്വാൻസ്. അടുത്ത പ്രാവശ്യം ഇതൊന്നും ലിവറിൻ്റെയൊക്കെ വരുമ്പോൾ ഇതൊന്നും അല്ല പറയാ, തെറപ്യൂട്ടിക്സ് വെച്ചുകൊണ്ട് 4 ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കിതിലെ ഈ കണ്ടീഷൻ നോക്കിക്കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇനി നമുക്ക് 6th ലെവലിലേക്ക് കിടക്കാം അല്ലെ? അപ്പൊ 6th ലെവലിലേക്ക് കിടക്കുമ്പോൾ 9:05 6th ലെവലിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം, അതായത് രക്ഷയില്ലാത്ത കേസുകൾ, ഹോപ്പ്ലെസ് കേസസ് അല്ലെ? അതല്ലേ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ആവശ്യം വരുന്നത്. പാലിയേഷൻ COPDയിൽ ഏതിനൊക്കെ പാലിയേഷൻ വേണം? ഏതിനൊക്കെ പാലിയേഷൻ? ഓക്സിജൻ വേണ്ട സമയത്ത് കൊടുക്കണം. അപ്പൊ ഓക്സിജൻ വേണം. പിന്നെ അവർക്ക് ബാക്കി എന്തിലൊക്കെ കുറവുകളുണ്ടോ? ഇപ്പൊ വർത്തമാനം സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വൈറ്റൽ എനർജി, അതിനൊക്കെ എല്ലാത്തിനും തയ്യാറാക്കിക്കൊണ്ടുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴും ഈ പേഷ്യന്റിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഈ മെന്റൽ റൂബ്രിക്സ് തന്നെയാണ്. മെന്റൽ റൂബ്രിക്സ് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇപ്പൊ മരിക്കോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഫിയർ ഓഫ് സഫറിങ്, പിന്നെ ആങ്സൈറ്റി അബൌട്ട് ഹെൽത്ത്, ഇതുപോലത്തെയുള്ള സിംറ്റംസ്, തോട്ട്സ് ഓഫ് ഡെത്ത്, ഫിയർ ഓഫ് ഫ്യൂച്ചർ, ഡെസ്പെയർ അബൌട്ട് റിക്കവറി, ലോസ് ഓഫ് ഹോപ്പ്, ഇതിലേതാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6th ലെവലില് പാലിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായ
ഒരു രീതി ഈ പേഷ്യന്റ് ഏത് സിറ്റുവേഷനിലാണ് എന്ന് മനസ്സിലാക്കാൻ. പിന്നെ അപ്പോഴത്തെ സിംറ്റം അനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. ആ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ശ്വാസം മുട്ടൽ നമ്മൾ നേരത്തെ നാൾ പറഞ്ഞു, ലൊബേലിയ, കാലികാർബ്, ആഴ്സനിക്കാൽബ്, ഇങ്ങനെ കുറെ മെഡിസിൻ പറഞ്ഞു, ഗ്രൻഡേലിയ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ പാത്തോഫിസിയോളജി പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായോ ഇല്ലെന്ന് അറിയില്ല, എങ്കിലും അതുകൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്കിപ്പോ ഒരു പെട്ടെന്ന് ഒരാള് ശ്വാസം മുട്ടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിപ്പോ കാർഡിയ കംപ്ലൈന്റ് ഇല്ല, അല്ലെങ്കിൽ ഹാർട്ട് കംപ്ലൈന്റ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന മരുന്നുകളുടെ ഏതൊക്കെയാണ്? ഇപ്പൊ ആഴ്സനിക്കാൽബ് ഏത് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക? ഇപ്പിക്കാക്ക് ഏത് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക? അപ്പൊ ആഴ്സനിക്ക്, ഇപ്പിക്കാക്ക്, ഫോസ്ഫറസ്. നമ്മൾ ആരംഭിച്ചത് ആലിയൻ സെപ്പയിൽ നിന്നാണ്, നാസൽ ഒറിജിൻ ആണെങ്കിൽ. ഞാൻ പറഞ്ഞു നാസൽ ഒറിജിൻ ആണെങ്കിൽ ആലിയൻ സെപ്പയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സൈനസ് ഒറിജിൻ ആണെങ്കിൽ വേറെ സാങ്കനേറിയയിൽ നിന്ന് വന്നു. ഒരു എക്സാമ്പിളാണ് പറഞ്ഞു. അപ്പോൾ ഓരോ കംപ്ലൈന്റ്, അതുപോലെ ഇൻഫെക്ഷൻ എങ്ങനെയാണോ ഇത് വന്നിരിക്കണമെങ്കിൽ ആ കോഴ്സിൽ മുഴുവൻ വരുന്ന സമയത്ത് മ്യൂക്കസ് മെംബ്രെയിൻ ഡാമേജ് ആണ്, കറ്ററ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. കറ്ററ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ആണെങ്കിൽ നമുക്ക് എടുക്കാവുന്ന റൂബ്രിക്ക് ഇൻഫ്ലമേഷൻ, മ്യൂക്കസ് മെംബ്രെയിൻ എടുത്ത് നമുക്ക് മെഡിസിൻ എടുക്കാം. അവിടെ നമുക്ക് പാലിയേഷൻ ആണ്. പാലിയേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മറ്റുള്ള ഡിസ്കംഫർട്ട് കൂടി നോക്കേണ്ടി വരും. കാരണം അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളായ ഹാർട്ട്, കിഡ്നി, ഈ ഫങ്ഷൻസ് എല്ലാം ബാലൻസ് ചെയ്യേണ്ട തരത്തിൽ വന്നു എന്ന് വരാം. ഇപ്പോ കിഡ്നി ആൻഡ് ഹാർട്ട് കോംപ്ലിക്കേഷൻ വരികയാണ്, അപ്പൊ നമുക്ക് എടുക്കാം സ്ട്രോഫാന്തസ് എടുക്കാം, സ്ട്രോഫാന്തസ്. അതുപോലെ ലിവർ ആൻഡ് കിഡ്നി വരികയാണ്, കാർഡസ്മാർ എടുക്കാം. അങ്ങനെ കുറെ മെഡിസിൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. സോറി, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ശ്രദ്ധ മാറ്റിയതാ കേട്ടോ. അപ്പോ നമുക്കിപ്പോ ഈ സിംറ്റം എടുക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഫിലെ സിംറ്റം ഒക്കെ എടുക്കാം. ഇപ്പൊ റെസ്പിറേഷൻ, കഫ്, മറ്റു കണ്ടീഷൻ. അപ്പൊ നമുക്ക് അതിനെ നോക്കിയിട്ട് കിട്ടുന്ന മരുന്നുകളിൽ ഓരോ സിംറ്റം, നേരത്തെ പറഞ്ഞ ഓരോ സിംറ്റം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. റെസ്പിറേഷൻ, ആക്സിലറേറ്റഡ് എല്ലാം നോക്കുക. അതുപോലെ മെഡിസിൻ എടുത്ത്, ആ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കോൺകോമിറ്റന്റ്. അപ്പോൾ ഈ പാലിയേഷൻ കേസിൽ ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, കോൺകോമിറ്റന്റ് ഫാക്ടേഴ്സ് വച്ചുകൊണ്ട് കിട്ടുന്ന മരുന്ന് ഹയർ പൊട്ടൻസി അല്ലാതെ ലോ പൊട്ടൻസി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതേ സമയത്ത് നമ്മൾക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മെന്റൽ പെക്യൂലിയർ കിട്ടാൻ അവരുടെ തോട്ട്സ് ലെവലും കൂടി മനസ്സിലാക്കിയാൽ ഉപകാരമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് 6th ലെവൽ. ഇപ്പൊ തെറപ്യൂട്ടിക്സ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് COPD എക്സ്പീരിയൻസ് ഉള്ള വേണമെങ്കിൽ 1-2 പേർക്ക് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന അടുത്ത ഇന്ററാക്ഷനിൽ എടുക്കാം. ഇന്നിപ്പോ 5th ലെവലും 6th ലെവലും ജസ്റ്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റിന്റെയും ഈ രീതി മാത്രമാണ് പറഞ്ഞത്. അടുത്ത പ്രാവശ്യം തെറപ്യൂട്ടിക്സ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇന്ന് ഒരു ഇന്ററാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാതെങ്കിലും കേട്ടോ. പോരെ? എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് ഉണ്ട് അല്ലേ? 20 മിനിറ്റ് ഉണ്ട്. വേണോ? അപ്പൊ ഇനി പോർഷൻ എടുക്കാന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ടോപ്പിക് അഡ്വാൻസ് ചെയ്യണം. അതാണ്, ഏതെങ്കിലും ഒരു ടോപ്പിക് ഇട്ടാൽ കൂട്ടിത്തരാം. ഇപ്പൊ കിഡ്നി ഹാർട്ടും ആണെങ്കിൽ സ്ട്രോഫാന്തസ്, ലിവറും കിഡ്നി ആണെങ്കിൽ അതൊക്കെ അടുത്ത തെറപ്യൂട്ടിക്സിൽ തരാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മെഡിസിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വായിച്ചു തരാഞ്ഞത്. അപ്പോ നമുക്കിപ്പോ ഈ ചുരുക്കി പറഞ്ഞ COPD കേസ് വരുന്ന ഒരാൾ ഇപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആദ്യം വന്ന ഇപ്പൊ എടുത്ത മരുന്നില് ഞാൻ സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു മെത്തേഡില് ഇപ്പോ ലങ്സിന്റെ ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യാണ്ടായിട്ട് കുറച്ച് മാത്രമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴും ഇക്തയോളം 3x പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇക്തയോളം, ICTHYOLUM, ഇക്തയോളം. സാധാരണഗതിയിൽ 3x നമുക്ക് ട്രൈട്രേഷൻ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു 2 നേരം എല്ലാവർക്കും ഇത്തരത്തിലുള്ള കേസുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ സിംറ്റം ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത് വേറെ. പിന്നെ സാധാരണഗതിയിൽ ഇപ്പോ ആഴ്സനിക് ആൽബ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ
സിക്സ്ത്തിൽ പറ്റില്ല, ഫിഫ്ത്തിലൊക്കെ ഹയർ പൊട്ടൻസി കൊടുക്കാൻ നല്ല ധൈര്യമുള്ളവർക്ക് കൊടുത്തിട്ട് നല്ല റിസൾട്ട്. ഞാനൊക്കെ 1 പൊട്ടൻസി കൊടുത്ത് അത്ഭുതമായ രീതിയിൽ രക്ഷപ്പെട്ട കേസുകൾ എനിക്കറിയാം. ഇപ്പോഴും സാധാരണ ഇതിൽ എല്ലാവരും അത് കൂട്ടാക്കാൻ വിഷമപ്പെടും. ആഴ്സനിക് ആൽപ്പിനൊക്കെ കേസ് ആഴ്സനിക് ആൽപ്പ്, അതുപോലെ ആഴ്സനിക് ആൽപ്പ് അത്രയും അപ്പത്തറ്റിക് കണ്ടീഷനിലും ഒക്കെ കൊടുക്കുമ്പോൾ ആഴ്സനിക് ആൽപ്പ്. അതുപോലെ നമുക്ക് ആന്റിടാർട്ട് 6x പൊട്ടൻസി, 6x പൊട്ടൻസി ആന്റിടാർട്ട്. സാധാരണ കഫക്കെട്ട് വരുന്നതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് സ്പോഞ്ചിയ, ഹെപ്പാസൾഫ്, ആന്റിടാർട്ട്. ഇതിന്റെ ഏത് സ്റ്റേജിലാണെന്ന് നോക്കും. പിന്നെ ചില ആൾക്കാർ ചുമ വരുമ്പോൾ, ചുമ നിർത്താത്ത ചുമ വരികയാണെങ്കിൽ ഡ്രോസേറ ടീഞ്ചർ കൊടുക്കാറുണ്ട്, ഇപ്പിക്കാക്ക് ടീഞ്ചർ കൊടുക്കാറുണ്ട്, ഡ്രോസേറ, ഇപ്പിക്ക. ഈ ഡ്രോസേറയും സ്പോഞ്ചിയും മിക്സ് ചെയ്തും കൊടുത്തിട്ട് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ഡോസിലാണ് കൊടുക്കാറുള്ളത്. ഡ്രോസേറ, ടീഞ്ചർ എപ്പോഴും ഒരേ പൊട്ടൻസിയിലെ മിക്സ് ചെയ്തു, സ്പോഞ്ചിയ ടീഞ്ചറും ഡ്രോസേറയും. അതേപോലെ തന്നെ ഇപ്പോ ഡ്രോസേറ, സ്പോഞ്ചിയ. പിന്നെ ഈ പേഷ്യൻസ് സാധാരണഗതിയിൽ ഇവരിപ്പോ കാർഡിയാക് റെസ്പോൺസസ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇപ്പൊ കാർഡിയാക് പേഷ്യന്റ് ആയിട്ട് കാർഡിയാക് റെസ്പോൺസ്, ഇപ്പൊ കഫ് ഓഫ് കാർഡിയാക് പേഷ്യൻസ്, ലോറോസെറസിസ്, കഫ് ഓഫ്, അപ്പൊ കാർഡിയാക് പേഷ്യന്റ് ആണ് ഇൻവോൾവ്മെന്റ് വന്നു വെച്ചാൽ നമ്മളത് ലോറോസെറസിസ് അതിന്റെ കഫ് റെമഡിയാണ്. അതുപോലെ കഫ് ഓഫ് ഓൾഡ് പീപ്പിൾ ക്രിയാസോട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ക്രിയാസോട്ട്. ദെൻ പിന്നെ അവർ സിംപ്റ്റമാറ്റിക് ആയിട്ട് 30 പൊട്ടൻസി, ക്രിയാസോട്ട് 30. മെഡിസിനാണ് എല്ലാവർക്കും പിടുത്തം. അടുത്ത പ്രാവശ്യം കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ എല്ലാം. അപ്പോൾ ക്രിയാസോട്ട് 30. പിന്നെ ഇപ്പൊ ഞാൻ ഇത്ര പ്രിപ്പയർ ചെയ്ത് നിങ്ങളായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പോയിന്റ്സ് മാത്രം വെച്ചത്. അപ്പൊ ഇനി വരുന്നത് ഇപ്പൊ ഈ 5th ലെവലിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ പേഷ്യന്റ് ഇപ്പോ ഓക്സിജൻ കിട്ടിയില്ല, ഓക്സിജൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ഈ പേഷ്യന്റിൽ ഇപ്പോ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ പെയിൻ, ഇപ്പൊ പെയിൻ ആണെങ്കിൽ സാധാരണ കഫ് വിത്ത് റീട്രോസ്റ്റേണൽ പെയിൻ, റൂമൈറ്റ്സ്, കഫ് റൂമൈറ്റ്സ്, റീട്രോസ്റ്റേണൽ പെയിൻ. അതുപോലെ ഇപ്പൊ സാധാരണ ഇതിൽ ഈ കഫ് തന്നെ ചുമ പലതരം ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റെസ്പിറേഷൻ, കഫ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് പേജൊന്നും എടുത്തോട്ടെ, ഓർക്കാം. കഫ് ഇപ്പൊ ഡ്രൈ കഫാണ്. ഡ്രൈ കഫ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ കഫ്. നമ്മൾ മൊഡാലിറ്റി നോക്കൂട്ടോ, മൊഡാലിറ്റി നോക്കിയിട്ട് കൊടുക്കേണ്ട. എങ്കിലും ഞാൻ പറയാണ് 5th ലെവലിൽ പെട്ടെന്ന് പറയുന്നത് മൊഡാലിറ്റി ഒക്കെ നോക്കാം. അഗ്രവേഷൻ ബൈ ലൈങ് ഓൺ പെയിൻഫുൾ, അപ്പൊ ബ്രയോണിയ വരും. ഡ്രൈല് ലൂസ് ആണെങ്കിൽ നമുക്ക് ആന്റിടാർട്ട്, ഡിഫിക്കൽട്ട് എക്സ്പെക്ടറേഷൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ആന്റിടാർട്ട് പറയാത്ത. ബ്രയോണിയ, ആന്റിടാർട്ട് ലൂസില്, പിന്നെ വിത്ത് എക്സ്പെക്ടറേഷനില്. പിന്നെ പേഷ്യൻറ്റ് സാധാരണഗതിയിൽ ഈ സ്റ്റാനം മെറ്റാലിക്കം വരാറുണ്ട്. സ്റ്റാനം മെറ്റ് വരുന്ന പേഷ്യൻസില് അവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഗ്ലാൻഡുലാർ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റാനം മെറ്റ് പേഷ്യൻസിന് ഞാൻ സ്റ്റാനം അയോഡൈഡ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുക. സ്റ്റാനം അയോഡൈഡ് അത് ഏത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയാലും ഗ്ലാൻഡുലാർ ഇൻവോൾവ്മെന്റ് ഉള്ളവർക്ക് ഒരു അയോഡോൺ കോമ്പൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ സ്റ്റാനം അയോഡൈഡ്, അപ്പൊ സ്റ്റാനം മെറ്റാലിക്കം, സ്റ്റാനം അയോഡൈഡ്. ദെൻ അത് വരും. പിന്നെ വരുന്നത് പിന്നെ ആസ്പിഡോസ്പെർമ ടീച്ചർ അറിയാം. ആസ്പിഡോസ്പെർമ കാർബോവേജ് അത് വളരെ സീരിയസ് ആണ്. ഈ ആസ്പിഡോസ്പെർമ പിന്നെ സെനേക നമുക്കറിയാം. സെനേക ആണെങ്കിൽ അത് വിസ്കോസിറ്റി മാറ്റിയാണെങ്കിൽ മാത്രമല്ല, സെനേക ലങ് ടോണിക് ആണ്. ലങ്ങിനൊരു ടോണിക് പോലെ ഉപയോഗിക്കാവുന്ന സാധനമാണ് സെനേക. അതുപോലെ തന്നെ ലൊബേലിയ സാധാരണ രീതിയിൽ ലൊബേലിയ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഈ ഇൻഹലേഷൻ ബുദ്ധിമുട്ട്. പിന്നെ ഫോസ്ഫറസ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള പേടി, അതുപോലെ ആ ഫിയർ ഓഫ് ബീങ് അലോൺ, പിന്നെ ക്രേവിങ് ഫോർ ഐസ് കോൾഡ് വാട്ടർ, അങ്ങനെയുള്ള കണ്ടീഷൻസും
പിന്നെ അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ അവർ ആ ഒരു പ്രത്യേക രീതി വരുന്നത് തന്നെ ഫോസ്ഫറസിനെ നമുക്ക് അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം മെഡിസിൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വെക്കണം. ഞാൻ എഴുതിയ ലിസ്റ്റ് ഇവിടെ ഇല്ല, അതാണ്. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് അടുത്ത ക്ലാസ്സിലേക്ക് തരാം കേട്ടോ. അപ്പൊ ഞാനത് ഒരു 10-40 മരുന്നുകൾ തരാൻ പറ്റുമെന്ന് നോക്കട്ടെ. അടുത്ത ക്ലാസ്സിലേക്ക് പറ്റുമെങ്കിൽ 2-3 ആൾ കൂടി റെസ്പിറേറ്ററി എക്സ്പെർട്ടൻസ് പറയുകയാണെങ്കിൽ ആ മെഡിസിൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസും കൂടി എടുക്കാം. തയ്യാറുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ 2 ആൾ കൂടി വന്നാൽ നല്ലത്. ഇന്ററാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഹരിഹരൻ ഡോക്ടറോ ആരാ പറ്റുന്ന വെച്ചാൽ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ വിളിക്കാം. ഹരിഹരൻ ഡോക്ടർ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിന് അവരോട് കൂടി അവർ ഇന്ററാക്ഷൻസ് എടുത്താൽ അവരുടെ എക്സ്പീരിയൻസും കൂടി എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് കുറെ മരുന്നുകൾ അല്ലാതെ ഓർമ്മ വരും. കാരണം ഈ മരുന്നുകൾ ചെയ്യുന്ന രീതികൾ വരും. അപ്പോൾ ഇന്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ കഫിന് നമ്മൾ ഇത്രയും കണ്ടീഷൻസ് ആണ് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നതിൽ നിന്ന് ഞാൻ അപ്പപ്പോ പറഞ്ഞോളാം കേട്ടോ. എപ്പോ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വെറേട്രം വിറിഡിനെ കുറിച്ച് എങ്ങനെയാണെന്ന്. വിരാറ്റം ബെരിഡിയം സാധാരണ നമ്മൾ പ്രിവെൻഷൻ ഇപ്പൊ ഒരു കഫ് സിംറ്റം വരുമ്പോൾ നമുക്ക് എപ്പോഴും ന്യൂമോണിയ ഫോം ചെയ്യാലോ. ന്യൂമോണിയ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്സോണിക് ഇൻഡെക്സ് റൈസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് വിരാറ്റം ബെരിഡിയം. അതായത് WBC കൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ WBC കൗണ്ട് കയറണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് വിരാറ്റം ബെരിഡിയം. അപ്പൊ വിരാറ്റം ബെരിഡിയം നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബേസിൽ നമുക്ക് കൊടുക്കാം. WBC നമ്പർ കയറാൻ ഉപയോഗിക്കാം. അതുമാത്രമല്ല, ഞാൻ സാധാരണ ഇതിൽ വിരാറ്റം ബെരിഡിയം ഈ മീസൽസ് ഒക്കെ ചികിത്സിച്ചിരുന്ന സമയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ആ സംശയം 5-ാം ദിവസം കഴിഞ്ഞ് പനി വന്നിട്ട് ആ റാഷസ് ഒക്കെ പോയതിനു ശേഷം പനി വന്നാൽ ആദ്യത്തെ മെഡിസിൻ വിരാറ്റം ബെരിഡിയാണ്. അതായത് അന്ന് പഠിച്ചേക്കുന്നത് ഈ പ്രിവെൻഷൻ ഓഫ് ന്യൂമോണിയ എന്നാണ്. അത് ഇപ്പോഴും ഈ വിരാറ്റം ബെരിഡിയം നമ്മളിപ്പോൾ ക്യാൻസർ കണ്ടീഷൻസ് ആണ്, ഇപ്പം പൾമനറി ലങ് ക്യാൻസർ ആണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ വിരാറ്റം ബെരിഡിയം മിക്കവാറും ഒരു ഡെയിലി 1 ഡോസ് മദർ ടീച്ചർ കൊടുക്കാറുണ്ട്. ലങ് ക്യാൻസേഴ്സ് കേസിന് കൊടുക്കണത് പ്രിവെന്റീവ് മെഷേഴ്സ് കിട്ടാന്നല്ല, നല്ല റിസൾട്ടുകൾ കിട്ടാറുണ്ട്. അതുപോലെ മാലിഗ്നൻ കണ്ടീഷൻസിനും ഉപയോഗിക്കാം വിരാറ്റം ബെരിഡിയം. ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ച ആൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ വേറെ പറഞ്ഞു. ഡൗട്ട് ചോദിച്ചാല് താങ്ക് യു സാർ എന്ന് മറുപടി ഇട്ടിട്ടുണ്ട്. ഓക്കെ സാറ് നമുക്ക് ഇപ്പൊ വരുന്ന പനികൾക്കൊക്കെ ഇതുപോലെ WBC നല്ലപോലെ കുറയുന്നുണ്ടല്ലോ, വൈറൽ ഫീവർ ഒക്കെ വന്നിട്ട്. അപ്പൊ നമുക്ക് കൊടുത്താൽ മതിയല്ലേ? വിരാറ്റം ബെരിഡിയം ബെസ്റ്റ് ആണ്. പക്ഷെ വിരാറ്റം ബെരിഡിയം എപ്പോഴും പൾമനറി കംപ്ലൈന്റിന് പ്രിഡോമിനേഷൻസ് ഉണ്ട്. അതായത് പൾമനറി കംപ്ലൈന്റ്സിന് പ്രത്യേകിച്ചും വിരാറ്റം ബെരിഡിയം എഫക്റ്റീവ്. ഇപ്പൊ നമുക്കിപ്പോ WBC കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എക്സ്റേ അങ്ങനത്തെ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ടുകളുണ്ട്. എക്സ്റേ 200 ഒക്കെ കൊടുത്താൽ നല്ല ആക്ഷൻസ് കിട്ടും. അതായത് എപ്പോഴും നമ്മുടെ ബ്ലഡ് പിക്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഹൈ ആറ്റോമിക് വെയിറ്റ് ഉള്ള മെഡിസിൻസിൽ നിന്ന് സെലക്ട് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വിരാറ്റം ബെരിഡിയം ഫസ്റ്റ് വേണമെങ്കിൽ 2-3 ദിവസം ടിഞ്ചർ കൊടുക്കാം, പിന്നെ പൊട്ടൻഷ്യലേക്ക് കിടക്കാം. ഈ കോവിഡ് സീസണിൽ ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നതിൽ വിരാറ്റം ബെരിഡിയന്റെ ഒരു ഫേവറേറ്റ് മെഡിസിൻ ആയിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്കൊരു 8 മിനിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അത് ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ, അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. WBC കുറഞ്ഞാല് ട്യൂബർക്കുലിനത്തിന്റെ ആക്ഷൻ എങ്ങനെ വരാം? ട്യൂബർക്കുലിനത്തിന്റെ ആക്ഷൻ WBC എന്നുള്ളതോ മറ്റൊന്നുമല്ല. ട്യൂബർക്കുലിനത്തിന്റെ ആക്ഷൻ, ട്യൂബർക്കുലിനം അല്ലെങ്കിൽ ബാസില്ലം എന്ന് പറയുന്നത് ട്യൂബർക്കുലർ മയസമാണ്. അപ്പൊ സാധാരണഗതിയിൽ ഏതൊരു കംപ്ലൈന്റ് വരുമ്പോഴും മയസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യം വരുന്ന സമയം എപ്പോഴാണോ, ആ മയസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന സമയത്ത് ട്യൂബർക്കുലർ മയസമായിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ ട്യൂബർക്കുലിനം പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് ശരി. അവിടെ നമ്മൾ ഒരു WBCന്നോ മറ്റൊരു കാൽക്കുലേഷൻസ് ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് മയസ് ആവശ്യം വരിക? നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കലെ കുറച്ച് കഴിഞ്ഞാൽ ആ സിംറ്റമിന്റെ പ്രോഗ്രഷൻ കുറഞ്ഞിട്ട് അതേപോലെ തന്നെ നിൽക്കും. ഒട്ടും ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മയസ്മാറ്റിക് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുക. ആ സമയത്താണ്
ട്യൂബർക്കുലിനം കൊടുക്കുക. ഈ ട്യൂബർക്കുലിനം കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ രീതിയിൽ പനിയുള്ള സമയത്ത് ട്യൂബർക്കുലിനം കൊടുക്കാറില്ല. പനി ഇല്ലാത്ത സമയത്താണ് ട്യൂബർക്കുലിനം കൊടുക്കുക. പനി ഇല്ലാത്ത സമയത്ത് ഇപ്പൊ രാത്രിയൊക്കെ പനിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലിനം കൊടുക്കണം തോന്നിയാൽ പിറ്റേ ദിവസം രാവിലെ ഒരു പൗഡർ കൊടുത്തിട്ട് പനി ഇല്ലാത്ത സമയം വരുമ്പോൾ കൊടുത്തോളൂ എന്ന് പറയും. പനിയുള്ള സമയത്ത് കൊടുക്കുമ്പോൾ അഗ്രവേഷൻ ചിലതിൽ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്യൂബർക്കുലിനം അങ്ങനെ എടുക്കുന്നത്. ട്യൂബർക്കുലിനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മയസ്മാറ്റിക് അപ്രോച്ച് അല്ല. ക്ലിയർ ആയോ ഡോക്ടറെ? മനസ്സിലായി സർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ബിനോയ് ഡോക്ടർക്ക് എന്തെങ്കിലും ഉണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ബാസിലിനെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ബാസിലിനും ശരിക്കും ബാസിലിനും ഹോട്ട് പേഷ്യന്റ് ആണ്, ട്യൂബർക്കുലിനും ചില്ലി പേഷ്യന്റ് ആണ്. അപ്പൊ ശരിക്കും ഒരു ട്യൂബർക്കുലിനം ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഒരു ചില്ലി പേഷ്യന്റ് ആണെങ്കിൽ ട്യൂബർക്കുലിനത്തിന് പകരം ഞാൻ സാധാരണ ഹോട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ബാസിലിനും കൊടുക്കാറുണ്ട്. ബാസിലിനും ട്യൂബർക്കുലിനും തമ്മിൽ ഇതുപോലെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അത് നോക്കി എടുത്താൽ കിട്ടും കേട്ടോ. ബാസിലിനും ക്ലിയർ ആയോ? ശരി സാർ. ബാസിലിനത്തിന് പിന്നെ സ്കിൻ സിംറ്റംസ് ഒക്കെ നോക്കാട്ടോ. അറിയാലോ അല്ലെ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ട്യൂബർക്കുലിനത്തിന് പകരം എടുക്കുമ്പോൾ ഇതാണ്. ബാസിലിനം സാധാരണ സ്കിന്നിന് ഏറ്റവും നല്ല വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ട്രാവലേഴ്സ് റെമഡി എന്ന് പറയും. യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലും ബാസിലിനം ഇൻഡിക്കേറ്റഡ് ആണ്. ഏത് കണ്ടീഷനിലാ സാർ അത്? യാത്ര ചെയ്യാൻ കൂടുതൽ ഇൻഫെക്റ്റീവ് പ്രോസസ് അല്ലേ. അപ്പൊ അതിപ്പോ ഏതൊരു കംപ്ലൈന്റ് വരുന്ന സമയത്തും ഏതൊരു പേഷ്യന്റ് വരികയാണെങ്കിലും നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ ബാസിലിനെ നമ്മുടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. സ്കിൻ സിംറ്റമിന്റെ പ്രത്യേകത സർക്കിൾ ആയിട്ടുള്ള നേച്ചർ എല്ലാവർക്കും അറിയാം. ടെലൂറിയം, സെപ്പിയ, ബാസിലിനൊക്കെ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പൊട്ടൻസി, വണ്ണം പൊട്ടൻസി, ഹയർ പൊട്ടൻസി ഉപയോഗിക്കാം, 200 above ഉപയോഗിക്കാം. നമുക്ക് 4 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ട്രാവൽ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ഡോസ് ഇടയ്ക്ക് കൊടുക്കാമോ ബാസിലിനം? കൊടുത്തത് കൊണ്ട് ഒരു ഉപദ്രവമില്ല, ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷെ എപ്പോഴും സാധ്യത കൂടുതലല്ലേ ഇൻഫെക്ഷൻസിനെ. നമുക്ക് ശരിക്കൊരു പ്രിവെന്റീവ് ആയി തന്നെ കിട്ടും അത്. ബാസിലിന് ഇതിന് മാത്രമല്ല പൊതുവേ നമുക്ക് കിട്ടും. പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? കൊടുക്കാം. റിപ്പീറ്റേഷൻ ഫ്രീക്വന്റ് റിപ്പീറ്റ് ചെയ്യാം, അതോ ഒരു ഡോസ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാം? ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ എടുക്കാറില്ല. 200 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി. വണ്ണം പൊട്ടൻസി ആണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കാൻ വണ്ണം പൊട്ടൻസി കൊടുക്കാൻ എപ്പോഴും രാത്രി ഒരു ഡോസ് കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ ഒരു ഡോസ് കൂടി കൊടുക്കും. പക്ഷെ ടെമ്പറേച്ചറിനെ ട്രീറ്റ് ചെയ്തിട്ട് മാറാത്തൊരു സമയം, ഇപ്പൊ ഇന്റർമീഡിയന്റ് ഫീവേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് മാറാതെ വരികയാണ്. ട്യൂബർക്കുലിനാണെങ്കിൽ ട്യൂബർക്കുലിനും ബാസിലിനും കൊടുക്കുമ്പോൾ എപ്പോഴും വണ്ണം പൊട്ടൻസി സിംഗിൾ ഡോസ് കൊടുത്ത് ഒബ്സർവ് ചെയ്യും. പക്ഷെ അത് പനിയില്ലാത്ത അപ്പയറൻസ് പീരീഡിൽ മാത്രം, പനിയില്ലാത്ത സമയത്തെ കൊടുക്കുള്ളൂ മാത്രം. ഇനി ഭദ്രൻ ഡോക്ടറെ സാറിന്റെ സംശയം ചോദിക്കുകയും നന്ദി പറയുകയും ചെയ്യണേ. ഇതില് എനിക്ക് പറയാനുള്ളത് നമ്മുടെ റെസ്പിറേറ്ററി കേസുകളില് പ്രത്യേകിച്ച് ശ്വാസം മുട്ട്, ലങ് സൈൻസ് കൂടുതലായിട്ടുള്ളത്, ക്രെപ്പിറ്റേഷൻസ് കൂടുതലുണ്ടെങ്കിൽ ഞാൻ അതൊരു എൻ്റെ ഒരു സ്പെസിഫിക് പോലെ ആയി പോയിട്ടുണ്ട്. അത് ഇപ്പിക്കേക്ക് അല്ലെങ്കിൽ എപ്പിസ്മെൽ, ഇത് രണ്ടാണ് എൻ്റെ ഫേവററ്റ്. ആന്റിഡാർട്ടൊക്കെ വരും അങ്ങനെയാണെങ്കിൽ തന്നെ, ലബിയിലെ ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഇപ്പിക്കേക്കും നല്ലതാണ്. ഇപ്പിക്കാക്ക് എപ്പോഴും അതിന് സാധ്യത വരുന്ന വെച്ചാൽ മച്ച് ഫ്ലം, കണ്ടമാനം കഫമുള്ള കേസിന് ഇപ്പിക്കാക്ക് വണ്ടർഫുൾ റിസൾട്ടാണ്. അത് റെസ്പിറേറ്ററി നേച്ചറാണ്. പിന്നെ ഈ ഇപ്പിക്കാക്ക് എപ്പോഴും നമുക്ക് അറിയാം, അതൊരു ശരിക്കും ക്ലീൻ ടങ് അല്ല. ഇപ്പിക്കാക്ക് എപ്പോഴും ക്ലീൻ ടങ്, കഫിന് എപ്പോഴും പ്രൊഡക്റ്റീവ് കഫാണ്. അതേ സമയത്ത് തന്നെ ഇപ്പൊ ന്യൂമോണിയക്ക് തന്നെയാണെങ്കിലും
ഹൈ ഫീവർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മച്ച് ഫ്ലം ഉണ്ടെങ്കിൽ ഇപ്പിക്കാക്ക് ഈസ് വണ്ടർഫുൾ ഭയങ്കര ആക്ഷൻ ആയിരിക്കും ഇപ്പിക്കാക്ക് വണ്ടർഫുൾ ആണ് കേട്ടോ. അതുപോലെ ഇതിന് ഇടയ്ക്കൂടെ യൂക്കാലിപ്റ്റസ് ടിഞ്ചർ കൂടെ കൊടുക്കാറുണ്ട്. ചില കേസിൽ യൂക്കാലിപ്റ്റസും സെനഗ അവിടെ ചേർത്ത് കൊടുക്കാറുണ്ട്. സെനേഗ ഞാൻ നേരത്തെ പറഞ്ഞില്ല. സെനേഗ നമ്മുടെ ചില കഫത്തിന്റെ വിസ്കോസിറ്റി, അതായത് കഫം കെട്ടിക്കിടക്കുന്ന കഫത്തെ ലൂസ് ആക്കാൻ നല്ലതാണ് സെനേഗ. യൂക്കാലിപ്റ്റസ് ടിഞ്ചർ എപ്പോഴും മ്യൂക്കസ് മെംബ്രെയിനിലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, ശരിക്കും പറയാൻ വെച്ചാൽ യൂക്കാലിപ്റ്റസ് ഒക്കെ ഒരു ആന്റിബയോട്ടിക് പോലെ തന്നെയാണ്. എല്ലാ മ്യൂക്കസ് മെംബ്രെയിന്റെയും ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ നല്ലൊരു മരുന്നാണ് യൂക്കാലിപ്റ്റസ്. യൂറ്റിഐക്കുന്നല്ല, ഏതാ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും വളരെ നല്ലതാണ്. അല്ല, അത് ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഞാൻ പറഞ്ഞില്ല, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എല്ലാത്തിനും ഒരു ആന്റിബയോട്ടിക് പോലെയാന്നേ. യൂക്കാലിപ്റ്റസിന്റെ ആക്ഷൻ എല്ലാവർക്കും എനിക്കറിയാം. അത് എല്ലാ കേസിനും ഞാൻ ശരിക്കും ഒരു ആന്റിബയോട്ടിക് എന്ന് മനസ്സിൽ വെച്ചേക്കണം. അതിനെ ഒറ്റ വാക്കിൽ യൂക്കാലിപ്റ്റസ്. എപ്പിസ് സാധാരണ ഇതിൽ ഇത്തരം കണ്ടീഷനിൽ എഡിമാറ്റസ് കണ്ടീഷനകത്ത് ഉണ്ടാവാമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എപ്പിസ് അതുകൊണ്ടായിരിക്കും കൂടുതൽ ആക്ഷൻ കിട്ടാൻ സാധ്യത. പിന്നെ ഈ ന്യൂമോണിയോട്ട് അന്തരിച്ചായിരിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കാറുള്ള വേറെ മെഡിസിനാണ് ലൈക്കോപോഡിയം ഒണ്ണം. അതുകൊണ്ട് കുറെ കേസുകളിൽ അത് ഇതിന്റെ ലങ് സൈൻസ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്കോപോഡിയം എപ്പോഴും ഈ COPD കേസിലൊക്കെ പറയണ്ട, ലൈക്കോപോഡിയൊക്കെ അതിന്റെ യഥാർത്ഥ മരുന്നുകൾ തന്നെ. കാരണം ലൈക്കോപോഡിയത്തിന്റെ പ്രത്യേകത തന്നെ നമുക്കറിയാലോ, പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ആണ്. പതുക്കനെ കയറി വന്ന് അതിന്റെ ഇന്റൻസിറ്റിയിൽ വരുന്ന ഒരു ഡ്രഗാണ് ലൈക്കോപോഡിയം. അപ്പൊ അതുകൊണ്ട് ലൈക്കോപോഡിയം ന്യൂമോണിയക്ക് നല്ല, ലൈക്കോപോഡിയം ഈസ് എ പ്രോഗ്രസീവ് ഡ്രഗ്. ദെയർഫോർ ലൈക്കോപോഡിയം ശരിക്കും ന്യൂമോണിയക്ക് ഉപയോഗിക്കാം, നമുക്ക് സൈഡ് നോക്കി ഉപയോഗിക്കാം, എല്ലാ കണ്ടീഷൻ ഉപയോഗിക്കാം. ലൈക്കോപോഡിയത്തിന് അഗ്രവേഷൻ മൊഡാലിറ്റി നോക്കുമ്പോൾ ലൈക്കോപോഡിയം കിട്ടും. അത് COPDക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയി വരും. പക്ഷെ ലൈക്കോപോഡിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹയർ പൊട്ടൻസി ഞാൻ ഈ COPDക്ക് ഉപയോഗിക്കാറില്ല, കുറവാണ്. 200 പൊട്ടൻസി ആയിരിക്കും. ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആണെങ്കിൽ ഞാൻ ഹയർ പൊട്ടൻസിയാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. സാർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എപ്പിക്കാക്ക് ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നതെന്ന്? എപ്പിക്കാക്ക് ഞാൻ കൊടുക്കാറുള്ള 30th ആണ്. ടിഞ്ചർ കൊടുക്കാൻ ഡോക്ടർ, ടിഞ്ചർ 3x ഒക്കെ എഫക്റ്റീവ് ആണ്. 3x ഇപ്പൊ ഈ തരം COPD കേസിലൊക്കെ നമ്മൾ 3x ടിഞ്ചർ വേണ്ടി വരും. കമ്പ അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു വിമിഷ്ടം കാണിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ടിഞ്ചർ തന്നെ വേണ്ടി വരും. അതുപോലെ സാങ്കിനേറിയ ടിഞ്ചർ, ഇപ്പിക്കാക്ക് ടിഞ്ചർ, ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. സാങ്കിനേറിയ ടിഞ്ചർ തന്നെ ചൂടുവെള്ളത്തിൽ കൊടുത്താലേ കുറച്ചും കൂടി ആക്ഷൻ ആണ് കേട്ടോ, വാം വാട്ടറിൽ കൊടുത്താലേ. ഡോക്ടർ, ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോസ്ഫറസ് ഏതെങ്കിലും കേസിൽ ഉപയോഗിക്കാറുണ്ടോ? ഫോസ്ഫറസ് നമ്മുടെ ഡീജനറേറ്റീവ് ഡ്രഗ് അല്ലേ, 3D ആണ്. 3D എന്ന് പറയും. ഡിഫ്യൂഷൻ, ഡിസ്ട്രക്ഷൻ. ആ 3D ഡിസ്ട്രക്ഷൻ വരുന്ന ഏതൊരു ടിഷ്യൂവും ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ദ ഫൈനൽ റെമഡി ഈസ് ഫോസ്ഫറസ്. COPD കേസിൽ യൂസ് ചെയ്യാറുണ്ടോ? COPD പറഞ്ഞെന്ന് വെച്ചാല് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളിപ്പോ ഈ ആൽവിയോളായി കഴിഞ്ഞാൽ അതിങ്ങനെ ടിഷ്യൂ ആയി മാറിയിട്ടാണല്ലോ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. ആ കഴിഞ്ഞ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സിലേക്ക് കിടക്കുമ്പോൾ അറ്റലക്ടസിസ്, ലങ് കൊളാപ്സ്, ഇത്തരം കണ്ടീഷനിലൊക്കെ ഫോസ്ഫറസ് കൊടുക്കാം. ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ ലിമിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഫോസ്ഫറസ് ശരിക്കും കോൺഷ്യസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഹയർ പൊട്ടൻസി ആയിട്ട് കൊടുക്കുന്ന ട്യൂബർകുലർ കേസിലാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് പെട്ടെന്ന് മാറ്റുക രോഗം, അതാണ് അതിന്റെ പ്രധാനം. ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നു, ഷ്രിങ്കിങ് ലങ്സ്, അതിന്റെ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് വദൻ ഡോക്ടർ നന്ദി പറയണേ. നമുക്കിന്ന് നല്ലൊരു പ്രസന്റേഷൻ ചെയ്ത് ശരിയായിട്ട് നല്ലൊരു സദ്യയാണ് തന്നത്. ഓണസദ്യയാണ്. നമുക്ക് കാര്യമായിട്ട് എല്ലാ കേസും ഡീലൈനേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഇന്ന് കൂടെയുള്ള ഡോക്ടർ ഇല്ല. എന്നാലും വളരെ നന്നായിട്ട് നല്ല രൂപത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു തന്ന ഡോക്ടർക്ക് IFHന്റെ പേരിലും എൻ്റെ പേരിലും ഇന്ന് പങ്കെടുത്ത എല്ലാത്തിൻ്റെ പേരിലും ഉള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മേലിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറൻഷിയേറ്റിംഗ് കേസ് പ്രസന്റേഷൻ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും. നന്ദി സാറേ. ഏതായാലും
ഹാപ്പി നമുക്ക് ഓണം ഫോർ ഓൾ. 6 ലെവലിൽ ഉള്ള കേസുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് വിശദമായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പൊ ഇന്ന് അടുത്ത ക്ലാസ്സിന് കൂടുന്ന 1-2 ഡോക്ടർമാർ റെസ്പിറേറ്ററി കംപ്ലൈൻസ് എക്സ്പീരിയൻസിന് ഷെയർ ചെയ്യാവുന്ന ഒരു 10 മിനിറ്റ് അവർക്കും കൊടുക്കാം. ധനേഷ് ഡോക്ടറെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ധനേഷ് ഇപ്പൊ തന്നെ സെലക്ട് ചെയ്താൽ നല്ലത്. ധനീഷ് ഡോക്ടറെ ഒന്ന് പറയൂ. ശരി ശരി. കേൾക്കുന്നു. നമുക്ക് നമുക്ക് ഈ കൂട്ടത്തിൽ interaction. ആരൊക്കെ ഇന്ററാക്ഷന് ഹരിഹരൻ സാർ ഉണ്ടാവും, ഭാഗ്യലക്ഷ്മി മാഡം ഉണ്ടാവും. ആ. പിന്നെ എത്ര പേര് വേണം? 2 പേര് മതി. പിന്നെ ബാക്കിയുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാക്കാനും കൊടുക്കാം. അപ്പൊ എന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് ഇപ്പൊ COPD കേസിന്റെ ഇപ്പൊ ഒരുമാതിരി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഹിഡൻ പ്രോട്ടോകോൾ നിങ്ങൾക്ക് ആമസോണിൽ ബുക്ക് അവൈലബിൾ ആണ്, എല്ലാവരും വായിച്ചു നോക്കുക. അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഹിഡൻ പ്രോട്ടോകോളിന്റെ 5-6 വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെ ഇന്ന് വളരെ വിശദമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തന്ന് പി രാധാകൃഷ്ണൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് പൂക്കളവും പൂവിളിയും ഓണക്കോടിയും ഓണസമൃദ്ധിയുമായ ഒരു പൊന്നോണം കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ 2185 പ്രതിദിന സൂം വെബിനാർ വളരെയധികം വിജയകരമായി അവസാനിക്കുകയാണ്. നാളെ നമ്മളുടെ IFPH ഓണാഘോഷം നടത്തുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. ഓണാശംസകൾ. ഓണാശംസകൾ.